ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വെണ്ടക്ക വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇതുവരെ ആരും ഇതിങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുത്തേന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയപ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതിയാവും കേട്ടോ. ഞാനിപ്പോൾ 3-4 വെണ്ടക്ക എടുത്തത്. അത് ഇതേപോലെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം വെണ്ടക്ക എടുക്കുന്ന സമയത്ത് ഇളയ വെണ്ടക്ക നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് എളുപ്പത്തിൽ ഇതേപോലെ കട്ടാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1 ടീസ്പൂണ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ട് അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതിപ്പില്ല, അതിനെക്കൊണ്ട് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മതിയാവും കേട്ടോ വിനാഗിരി. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മതിയാവും മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നമ്മളെ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രം ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുഴയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് പൊടികളെല്ലാം ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുക കേട്ടോ. ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിക്കുക, കൂടിപ്പോകാൻ പാടില്ല. കുറേശ്ശെ നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി കുഴക്കിയല്ലേ അതേപോലെ കുഴച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഞാൻ അത് ഇടാൻ വിട്ടുപോയിനു. അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ പൊരിക്കുന്ന സമയത്താണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ചപ്പും കൂടി ഇട്ട് കൊടുത്തിനു കേട്ടോ. നമ്മളെ കറിവേപ്പിലല്ലേ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിനു. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ വെണ്ടക്കില്ലേ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. വെണ്ടക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരുന്നത്. ഇതൊന്നും ഞാൻ ചതുക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. തൊലിയൊന്നും കളയുന്നില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വെണ്ടക്ക ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. നമ്മളെ വെണ്ടക്ക നല്ലോണം മൊരിഞ്ഞ് വന്നതാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളെ ഉള്ളി ഇട്ട് കൊടുത്തത്. ഞാനൊരു ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അത് നല്ലോണം വാടി വരട്ടെ. ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക. വെണ്ടക്ക കട്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നോട് കാണിക്കാൻ വിട്ടുപോയതാണ്. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിച്ചിട്ട് ബാക്കി വീഡിയോ കൂടി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി തേങ്ങൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ ആക്കി കൊടുത്താലും അതുപോലെ തന്നെ ചോറിനും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്കും അതുപോലെ തന്നെ സബും ചെയ്യണേ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.